അനുഗ്രഹിക്കുന്ന ദൈവം, ദ ഗോഡ് ഹൂ ബ്ലെസ്സസ് us. ടൈറ്റിൽ കേൾക്കുമ്പം തന്നെ നമുക്കൊരാശ്വാസമാണ്. അനുഗ്രഹിക്കാൻ ഓടി വരുന്ന ദൈവം, ശാസിക്കാൻ വളരെ താമസിച്ച് വരുന്നൊരു ദൈവം. ആ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുക എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പലരും ചെറുപ്പക്കാരെന്നോട് പറയാറുള്ളത്, എനിക്ക് ബൈബിൾ അറിയാം, കുറച്ചൊക്കെ തിയോളജി അറിയാം, പക്ഷെ ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. അത് കുറേ നാളുകളായിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് നിന്നെ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അപ്പോൾ വ്യക്തിപരമായിട്ടൊരു ആളെ അറിയണമെങ്കിൽ ദൂരെ നിന്നാൽ പോരല്ലോ. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിച്ച് കഴിയുമ്പോഴാണ് അവരറിയുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ ആ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവർ ഒന്നിച്ച് കഴിഞ്ഞ് കുടുംബം നന്നായിട്ട് കൊണ്ടുവരും. അപ്പോൾ ദൈവവും നമ്മളുമായിട്ട് അടുത്ത് ജീവിക്കാനാണ്. ദൂരെ മാറുന്നത് എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പോലും നീ മാറരുത്, അങ്ങനെ ആഗ്രഹിച്ച ഒരു ദൈവത്തെയാണ് നമ്മുടെ മുമ്പിൽ വേദപുസ്തകം കാണിച്ചു തരുന്നത്. അത് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ ഒക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഫോളൻ വേൾഡ്, അല്ലെങ്കിൽ ദ വേൾഡ് വിച്ച് ഹസ് സിൻഡ് അഗൈൻസ്റ്റ് ഗോഡ്, ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്ത ലോകത്തിൽ ജീവിക്കുന്നതിനാൽ ആത്മാവിൻ്റെ വിശുദ്ധ സ്നേഹം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വണ്ണം എൻ്റെ ആത്മാവ് മരവിച്ചുപോയി. The dreams of mine has dried up. There is no source of life in me. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ, ബിക്കോസ് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ദൈവം തമ്പുരാൻ തന്നെയാണ്. ദൈവം വചനമാകുന്നു, വചനം ദൈവമാകുന്നു. അപ്പം വചനം ദൈവമാകുന്നു എങ്കിൽ ഈ വചനത്തിനകത്ത് ഞാൻ നോക്കുമ്പം ഇതിനകത്തുനിന്ന് ദൈവത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് കാണാൻ സാധിക്കണം. നമ്മൾ പ്രയാസമുള്ള സമയത്ത് വേദപുസ്തകം എടുത്ത് തുറന്നു നോക്കാമെങ്കിൽ നമ്മൾ ഈ ചുമ്മാ ഇരുന്ന് വായിക്കും, പലതും തൊടത്തില്ല. പക്ഷെ ചില വചനം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇത് പൊങ്ങി ഇങ്ങോട്ട് വരും. അതായത് റീമ വേർഡ് എന്ന് പറയും. ആ വചനം ഇന്ന് എനിക്ക് ജീവൻ്റെ മന്നയായിട്ട് മാറി. ഇന്നെനിക്ക് ആ വചനം മതി. അപ്പോൾ ആ വ്യക്തിപരമാകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ വചനത്തിൽ കൂടെ എന്നിൽ കടന്നു വരുമ്പോഴാണ് എനിക്ക് ജീവൻ വെക്കുന്നത്. അത് ദിനം പ്രതി പുതിയ മന്ന കഴിക്കണം. ഇന്നലത്തെ മന്ന കൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ടാണ് ദിനം പ്രതി രാവിലെ തോറും ഞാൻ നിൻ്റെ നന്മകളെ അനുഭവിക്കാൻ നിൻ്റെ വചനത്തിലേക്ക് നോക്കുകയാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. 128 സങ്കീർത്തനത്തിൻ്റെ 5-6, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും, നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും, ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ യഹോവ സിയോനിൽ നിന്നാണ് അനുഗ്രഹിക്കേണ്ടത്. ദൈവം സിയോൻ മലയുടെ മുകളിൽ, അതായത് ലോകത്തിലൊരു സിയോൻ മലയുണ്ട്, സ്വർഗത്തിലുമുണ്ട് സിയോൻ. അതിൻ്റെയൊക്കെ സ്വർഗത്തിലുള്ളതിൻ്റെ ഒരു ഇമിറ്റേഷനാണ് ഭൂമിയിൽ നമ്മൾ കാണുന്നതെന്ന് ഓർക്കണം. അപ്പോൾ സ്വർഗത്തിലൊരു സിയോൻ മലയുണ്ട്, അവിടെ ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ വാസസ്ഥലം. ഭൂമിയിലൊരു സിയോൻ മലയുണ്ട്, അവിടെയാണ് ദൈവത്തിൻ്റെ വാസസ്ഥലമെന്ന് ദാവീദ് പല പ്രാവശ്യം സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു കേൾക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം പറയുന്നത് സിയോനിൽ നിന്ന് അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന ദൈവമാണ്. കർത്താവ് ശപിക്കാനല്ല വരുന്നത്. ആ ഉള്ളിലുള്ള ഭയം മാറണം. എന്നിലുള്ള പാപ സ്വഭാവം കൊണ്ട് ഞാൻ അവനുമായിട്ട് നോക്കുമ്പോൾ എൻ്റെ മാർക്ക് കുറവായതുകൊണ്ട് ദൈവത്തോട് തുലനം ചെയ്യുമ്പം വിശുദ്ധനല്ലായത്, അങ്ങനെയൊന്നും ദൈവം നോക്കുന്നില്ല. നീ വിളിച്ചോ, ഞാൻ വെളിപ്പുറത്ത് ഓടി വരും. ഏത് സ്റ്റേജിലാണേലും ദൈവത്തെ വിളിച്ചു വരുത്താൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. യെശയ്യാ 2:3-4 പറയുന്നത്, വരുവീൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. എവിടുന്ന? സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് ദൈവത്തിൻ്റെ വചനവും പുറപ്പെടുന്നിടത്തോട്ട് ആ സിയോൻ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറി ചെല്ലാം.
അപ്പോൾ നമ്മൾ താഴെ ഇരുന്നാൽ പോരാന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. താഴെ ഇരുന്നാൽ ശരിയാകത്തില്ല. ആരെങ്കിലും ഒരാൾ പൊക്കിയെടുത്ത് നമ്മുടെ മേളിൽ കൊണ്ടിരുത്തണം. നമുക്ക് മേളിലോട്ട് കയറാൻ പ്രയാസമുണ്ടെങ്കിൽ കഴിവുള്ള ഒരാൾ നമ്മളെ തോളത്തെടുത്ത് മേളിൽ കൊണ്ടുപോകുന്ന പോലെ ദൈവം നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ ദൈവമേ എന്ന് ഇവിടെ ഇരുന്ന് വിളിക്കാതെ ദൈവം ഒന്നും ചെയ്യൂല. എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എനിക്ക് അല്പനേരം നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് വ്യത്യാസം നമ്മൾ ദൈവത്തിനെ കാണും. പക്ഷെ വ്യത്യാസം ദൈവത്തിനല്ല വരുന്നത്, വ്യത്യാസം എനിക്കാണ് വരുന്നത്. The change that happens inside me because the living power of the Holy Spirit starts abiding and working through me. എന്നിൽ കൂടെ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങണം. നമ്മൾ വചനം അറിയാമെങ്കിലും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യാതെ മാറി നിൽക്കും. നമുക്ക് ഒരു പ്രശ്നമുള്ളിടത്ത് കഴിവുള്ള ഒരാളെ മധ്യസ്ഥനായിട്ട് വിളിച്ചുകൊണ്ട് വന്നു എന്ന് വിചാരിക്കുക. ആങ്ങളെയും പെങ്ങളും കൂടെ മുട്ടം വഴക്കാണ്, അല്ലെങ്കിൽ അപ്പനും അമ്മയും കൂടെ വഴക്കാണ്. വസ്തുവിൻ്റെ കാര്യം പറഞ്ഞ് പണത്തിൻ്റെ കാര്യം പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നിടത്ത് ഈ കടന്നു വന്ന മധ്യസ്ഥൻ ഇങ്ങനെ ചുമ്മാതെ നിൽക്കത്തേ ഉള്ളൂ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത്. എന്നാൽ ഇവർ ശാന്തമാകുമ്പോൾ ദൈവം തമ്പുരാനെ വിളിക്കുമ്പം ദൈവം ഉടനടി ഉത്തരം കൊടുക്കാൻ തയ്യാറായിട്ട് വരും. അതാണ് ജീവിതം മുഴുവനും. കഷ്ടങ്ങളും പ്രയാസവും ഇല്ലാത്ത ഒരു ജീവിതം ഭൂമിയിലില്ല. എല്ലാവർക്കും അവരവർക്ക് വഹിക്കാവുന്നതായ ഭാരങ്ങൾ വെച്ച് തന്നെയാണ്. നമ്മുടെ സ്വഭാവങ്ങളിലുള്ള ബലഹീനത പാപം നിറഞ്ഞതിനാൽ നന്മയായിട്ട് ഉപയോഗിക്കേണ്ട സ്വഭാവം ശാപത്തിനായിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനായിട്ടും നമ്മളെ ഉപദ്രവിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ അറിയുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്നിൽ നിന്ന് മാറിയപ്പോൾ ഞാൻ കാണുന്നതിനെല്ലാം ഒരു നിഴലാണ്. അവിടെ എല്ലാം ഈ ഫോഗ് പിടിച്ചിരിക്കുകയാണ്, എനിക്കൊന്നും കാണാൻ വയ്യ, എൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളതാണ് ദിനംപ്രതി നമ്മൾ വചനം കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദൈവം എനിക്കുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അവൻ എനിക്ക് സിയോനിൽ നിന്ന് ഉപദേശം, യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും തരും. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ 121 പറയുന്നത് നമുക്ക് ആകാശത്തിൻ്റെ മണ്ഡലത്തിലിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു പറയുമ്പം എൻ്റെ ദൃഷ്ടി മുകളിൽ ചെന്ന് പതിക്കണം, അവിടെ ചെല്ലണം. ഇറ്റ് ഡസൻറ്റ് ടേക്ക് മച്ച് ടൈം. ഒരാൾ ആധികാരമായിട്ട് പറയുമ്പോൾ അത് സംഭവിച്ചേ ഒക്കത്തുള്ളൂ. അല്ല ദൈവവചനം തെറ്റാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ആവശ്യങ്ങളുടെ നടുക്ക് ഈ വചനമാണ് മാറാതെ നിന്ന് നമ്മളെ സഹായിച്ചിരിക്കുന്നത്. വചനം മാത്രം അറിഞ്ഞിട്ട് വചനത്തിൽ കൂടെ ജീവൻ വെക്കുന്ന എത്രയോ സ്ത്രീകൾ ഓരോ പ്രയാസം വരുമ്പോൾ അവർക്ക് കിട്ടുന്ന വചനങ്ങൾ എന്നെ വിളിച്ചേച്ച് പറയും, ആൻറ്റി അല്ലെ മാഡം ഇതെന്താണ് ആ വചനം എനിക്ക് കിട്ടിയത്. ആ ഒരു വചനം അവർക്ക് ഉത്തരമാണെന്ന് അവർക്ക് മനസ്സിലായാൽ ആ ഒറ്റ വചനത്തെ പിടിച്ചു നിന്നുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾ തരണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം നമ്മൾ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അബ്രഹാം എന്ന് പറയുമ്പം ഉൽപ്പത്തിയിലാണ് ദൈവം വിളിച്ചു മാറ്റിയ ഒരു, ദൈവത്തെ അറിയാൻ വയ്യാത്ത ഒരു കുലത്തിൽ നിന്ന് ദൈവത്തിലേക്ക് വിളിച്ചു മാറ്റിയ ഒരു വ്യക്തിയാണ് അബ്രഹാം എന്ന്. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ പറയുമ്പോൾ കേൾക്കണേ, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുകയാണ്, എന്നെ നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എബ്രഹാമിനെ ദൈവം പേർച്ചൊല്ലി വിളിച്ചപ്പോൾ അകത്തെ അല്ലെങ്കിൽ ആ ചെവി തുറന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തരമായ കാര്യം. നമ്മളെ വിളിക്കുന്നുണ്ട് ദിനം പ്രതി. അടുത്തു വന്ന് വിളിച്ചാലും ചിലർ കേൾക്കത്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ തന്നെ. നമുക്ക് കൊച്ചു പിള്ളേർക്കല്ലേ, പ്രായം ചെന്നവരിൽ ഇത് ഞാൻ കൂടുതൽ കാണുന്നു. കൊച്ചു പിള്ളേരിലും കാണണം. 2-3 പേര് ഒന്നിച്ച് വന്നിക്കും. ഒരാളോട് നമുക്ക് ദേഷ്യം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരാളെ ഈ 3 പേരിലും ഒന്നും 2 പേരെ നമ്മൾ നോക്കും. മൂന്നാമത് ദേഷ്യമുള്ള ആളിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് സംസാരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലേ? നമ്മുടെ മുമ്പിലുണ്ട്, കണ്ടില്ല എന്ന് നടിക്കുകയാണ്. യേശു എൻ്റെ മുമ്പിലുണ്ട്, ദൈവം എൻ്റെ മുമ്പിലുണ്ട്, അവനെ കണ്ടില്ല എന്ന് നടിക്കരുത്. ഞാൻ അതേ പറയുന്നുള്ളൂ. അവൻ നിങ്ങളെ പേർച്ചൊല്ലി, അതും പേർച്ചൊല്ലി എന്ന് പറയുമ്പോൾ യെശയ്യാ പറയുന്നത് എന്താണെന്നറിയാം? ഓമനെ പേർച്ചൊല്ലി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഒരു പുതിയ പേരിട്ട് എൻ്റെ പേര് വിമല എന്ന്. വിമല എന്നുള്ളത് എൻ്റെ അമ്മ വിമല എന്ന് വിളിക്കും. പക്ഷെ സ്നേഹം കൂടുമ്പം വിമൽ എന്ന് വിളിക്കുന്ന
എൻ്റെ ഹസ്ബൻഡും അങ്ങനെ വിളിക്കും, അമ്മ വിളിക്കും, യേശു അങ്ങനെയാണ് വിളിക്കുന്നത്. കാരണം ആ ഒരു എൻഡിയറിങ് ആയിട്ട് ആ ഒരു പേരിനെ ആക്കിയെടുക്കുന്ന ആ വിളിയുടെ പ്രാധാന്യം കൊണ്ട് നമുക്ക് ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മുടെ ആ പേര് വിളിക്കുന്ന വിളി കേൾക്കുമ്പോൾ എൻ്റെ അന്തരാത്മാവ് ജീവിക്കുകയാണ് എന്ന്. എന്തിനാണ് വിളിക്കുന്നത്? അങ്ങനെ വിളിച്ചെങ്കിൽ അനുഗ്രഹം തരാൻ പോകുന്നു, നീ എൻ്റെ അടുക്ക വന്നിരിക്കേ എന്നുള്ളതാണെന്ന് ഉറപ്പാണ്. അപ്പം നമ്മളെ ആ സ്നേഹമാകുന്ന ആ ദൈവത്തിൻ്റെ നാമം നമ്മുടെ പേരിനോട് ചേർത്ത് നമ്മളെ വിളിക്കുന്ന ആത്മാവുണ്ട് എങ്കിൽ ഏത് പ്രശ്നം വന്നാലും അവൻ വിശ്വസ്തയോടെ അത് പരിഹരിച്ച് തരുമെന്ന് ദിനം പ്രതി നമ്മളെ ഓർപ്പിക്കണം. ദിനം പ്രതി കഷ്ടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, രോഗമുണ്ട്, എക്കത്തിലും ഇന്ന് വരെ നടത്തിയ ദൈവം ഇന്നും നടത്തും. അപ്പോൾ ഈ രാവിലെയുള്ള ഈ ബാറ്റിലാണ്, ഈ യുദ്ധം. ഞാൻ ആരെ സ്വീകരിക്കണം, ആരിൽ ഉറച്ചു നിൽക്കണം, ആ ഒരു ഉറപ്പ് ഇന്നുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കാനായിട്ട് മാത്രം ഓടി വരുന്ന ദൈവം. ദൈവം ശിക്ഷിക്കണമെങ്കിൽ വളരെ താമസിച്ചേ വരത്തുള്ളൂ. ദൈവം ഓടി വരുന്നെങ്കിൽ എന്നെ അനുഗ്രഹിക്കാനാണ് കടന്നു. ഇന്ന് നിങ്ങളെ ഓരോരുത്തരും ദൈവം അബ്രഹാമിനെ ഉൽപ്പത്തി 12 പറഞ്ഞതുപോലെ ആ വാക്യങ്ങൾ വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എൻ്റെ അബ്രഹാം എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവാം ദൈവം, വിശ്വാസികളുടെ പിതാവെന്നാണ് വിളിക്കുന്നത്. അബ്രഹാമിനെ അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 12:2 ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എത്രയോ അനുഗ്രഹങ്ങളാണ്. ഞാൻ നിന്നെ, അതായത് ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. കുറച്ചൊന്നും അല്ലെന്ന്, കർത്താവിന് പ്ലാൻ ഉണ്ടെന്ന്. ഇതുകൂടെ നിൽക്കുകയല്ല, നിന്നെ അനുഗ്രഹിച്ച് എൻ്റെ പേർ വലുതാ. നമ്മുടെ പേർ കേൾക്കുമ്പോൾ പിശാച് ഭയപ്പെടും. എന്നെ വലുതാക്കുന്ന ദൈവം നീ എന്നെ അനുഗ്രഹിക്കും. നീ നമ്മൾ പിന്നെ ഒരു അനുഗ്രഹ നദിയായി മാറുകയാണ്. അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കും. പിന്നെ നമ്മളെ ആരെങ്കിലും അനുഗ്രഹിച്ച ദൈവം അവരെ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു അനുഗ്രഹം ഉൽപ്പത്തിയിൽ 12:2 കൊടുത്ത ഈ അനുഗ്രഹമാണ് വാങ്ങിച്ചെടുക്കാൻ എല്ലാ വിശ്വാസികൾക്കും ദൈവം അധികാരം, അവകാശം തന്നിരിക്കുകയാണ്. അത് നമുക്ക് പ്രാപിച്ചെടുക്കാൻ തക്കവണ്ണം വിശ്വാസം ഇന്ന് കടന്നു വരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. കഴിഞ്ഞതിനെ അനുഗ്രഹിക്കും എന്നല്ല കേട്ടോ, അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുക. കർത്താവ് വന്ന് ഇതെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് തന്നിരിക്കുക. അത് പ്രാപിച്ചെടുക്കാൻ നല്ല ദൃഢവിശ്വാസത്തോടുകൂടി മുൻപോട്ട് കടന്ന് പ്രാപിച്ചെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കാൻ ഓടി വരുന്ന ഒരു ദൈവം, എന്നാൽ ഞങ്ങളെ ശാസിക്കാനും ശിക്ഷിക്കാനും വളരെ താമസിച്ച് വളരെ സങ്കടത്തോട് വരുന്ന ഒരു ദൈവം. കാരണം ഞങ്ങളെ ഉപദ്രവിക്കാൻ നിനക്ക് ആഗ്രഹമില്ല. പക്ഷെ വഴിതെറ്റിപ്പോകുമ്പോൾ നീ പലപ്പോഴും ചെറിയൊരു വടിയെടുത്ത് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് അടിച്ചെന്നിരിക്കും. പക്ഷെ ദൈവമേ, നിൻ്റെ ആത്മാവ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നും നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നും ഞങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങളുടെ കണ്ണുകണ്ട് നോക്കുമ്പോൾ എല്ലാം വിപരീതമായിട്ട് തോന്നിക്കുന്നത്. ദ ഫാക്ട്സ് ആർ ഡിഫറെൻ്റ് ലോഡ്. ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഇതിലും പ്രയാസങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കുള്ളൂ. കർത്താവേ, നീ വലിയ ബ്ലെസ്സിങ്സ് പോലും, ഓൾ ദ ബ്ലെസ്സിങ്സ് ആർ റാപ്ഡ് അപ്പ് ഇൻ ദ ട്രയൽ പീരിയഡ്സ്. ഈ സങ്കടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും സമയത്ത് ഞങ്ങൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളാണ് അത് പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ധൈര്യത്തോടെ മുൻപോട്ട് പോകാനുള്ള കൃപയിട്ട് തരണമേ. നാഥൻ അത് ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് കുടുംബങ്ങൾക്ക്, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദിവസമെന്ന് രാവിലെ തന്നെ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നു. ഇറ്റ്സ് ആൻ ഓർഡർ ആൻഡ് ആൻ എഡിക്റ്റ് ഫ്രം ദ ലിവിങ് ഗോഡ്. അങ്ങനെ തന്നെ ഈ വചനം ചെന്ന് പ്രവർത്തിച്ചിട്ട് രാത്രിക്ക് മുൻപ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവമേ നിൻ്റെ ഉത്തരം നീ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നു. നാഥൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുവാനുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തന്ന് നിന്നിൽ നിന്ന് പ്രാപിച്ചിട്ട് വേറെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ നിന്നിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾക്കത് പ്രാപിച്ച് അനേകർക്ക് കൊടുക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തിന് പ്രയോജനമാക്കാൻ, ഞങ്ങൾക്ക് പ്രയോജനമാക്കാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.